ഹരി ഓം നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് പേര്, 10 പേരെടുത്ത് 8 പേർക്ക് പറയാനുള്ളത്, കയ്യിലങ്ങോട്ട് പണം നിൽക്കുന്നില്ല, പണം പല വഴികളിൽ നഷ്ടമാകുന്നുണ്ട്, കടം പെരുകുന്നു, ധനം വന്നു ചേരുന്നില്ല. എന്താണ് ഇതിനൊരു പോംവഴി എന്നത്? ഇതിലാദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ധനം എന്നത് മഹാലക്ഷ്മിയാണ്. ലക്ഷ്മി കടാക്ഷം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മശുദ്ധി, ഗൃഹശുദ്ധി ഇത് വരുത്തണം. എന്നാൽ ഇത് മാത്രം മതിയോ? പോരാ. നമ്മുടെ മനസ്സിന്റെ, അതായത് പ്രാണന്റെ ഒഴുക്കുകൂടി ശരിയായ ദിശയിലായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരൂ. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ നിദ്ര എന്ന് പറയുന്നത് ഇത് വെറും ഒരു വിശ്രമമല്ല. നമ്മുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി സംവദിക്കുന്ന സമയത്തിനെയാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ ചെറിയൊരു താന്ത്രിക വിദ്യയുണ്ട്. അത് നിങ്ങൾക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് നമ്മുടെ തലയിണ വലിയൊരു പ്രധാനമാണ്. അതായത് നമ്മൾ ഉറങ്ങുന്നത് തലയിണയിൽ തലവച്ചാണല്ലോ. അപ്പോൾ ഇവിടെ ഈ തലയിണയ്ക്ക് എന്താണ് ഈ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇതിന് പിന്നിലും ഒരു വലിയ ജ്യോതിഷ തത്വം പറയാനുണ്ട്. മനസ്സിന്റെ കാരകത്വമുള്ള ഗ്രഹം ചന്ദ്രനാകുന്നു, ധനത്തിന്റെ കാരകത്വം വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്കാണ്. അപ്പോൾ ഇവര് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു ഉറങ്ങുന്ന വേളയിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു പ്രഭാമണ്ഡലം, അഥവാ അതിനെ നമുക്ക് ഓറ എന്ന് പറയാം, ഇതൊരു സെൻസിറ്റീവായ അവസ്ഥയിലായിരിക്കും. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വസ്തുക്കൾ വെറും ഒരു സാധാരണ ഫലത്തെ അല്ല പ്രദാനം ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ ഒഴിച്ചു കളയുകയും അവിടേക്ക് ജാതകത്തിലെ ഗ്രഹദോഷങ്ങളെ ഇല്ലാതാക്കുകയും ദൃഷ്ടിദോഷങ്ങളെ ഇല്ലാതാക്കുകയും അതിനെയൊക്കെ അതിജീവിച്ച് ഉറക്കത്തിൽ പോലും പോസിറ്റീവ് എനർജി, അഥവാ ഒരു ധനത്തിന്റെ ഊർജകരമായ ഒഴുക്ക് നിങ്ങളിലേക്ക് വരുന്നതിന്, ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് നിങ്ങളിൽ നിലനിൽക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതെന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഒരു പിടി പച്ചരി വേണം. പച്ചരി എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയാണല്ലോ. അപ്പോൾ ജ്യോതിഷപ്രകാരം ഇതിന് ചന്ദ്രനെ കൂടി, ഇത് ചന്ദ്രനെ കുറിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. ചന്ദ്രന് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സ് തെളിയാനും അന്നത്തിനൊരു മുട്ട് വരാതിരിക്കാനും സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ 2 വസ്തുക്കളായി ഇതിനോടകം ഒരു പിടി പച്ചരിയും അടുത്തത് മഞ്ഞൾ. ഇനി പച്ച കർപ്പൂരം കൂടി നമുക്ക് വേണം. അതുകൂടാതെ നാണയം, ഒരു തുണി കഷ്ണം. ഇത് മഞ്ഞയോ വെള്ളയോ ആകാം, കറുപ്പ് പാടില്ല. ഒരു കാര്യം ചെയ്യാനും കറുപ്പ് തുണി എടുക്കാൻ പാടില്ല. അതൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കാനാണ് കറുപ്പ് വസ്ത്രങ്ങൾ എടുക്കുന്നത്. ഇവിടെ നമുക്ക് അതൊന്നുമല്ല. നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യണം എന്നത് വ്യക്തമാക്കാം. ഭക്തിയോടും വ്രതശുദ്ധിയോടും കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. ഈ പറയുന്ന കർമ്മം വെള്ളിയാഴ്ച ദിവസമോ അതല്ലെങ്കിൽ പൗർണമി നാളിലോ ഇത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഒരു സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം ഈ സാധനങ്ങൾ എല്ലാം കൂടി ഒരു തുണിയിൽ വെച്ച് ഒരു ചെറിയ കിഴിയായിട്ട് കെട്ടുക. അതായത് ഒരു പിടി പച്ചരി, മഞ്ഞള്, പച്ചക്കർപ്പൂരം, നാണയം. അതുകൂടാതെ ഈ ഒരു തുണിക്കഷ്ണത്തിലേക്ക് ഇത് കെട്ടുക. ഒരു കിഴി പോലെ, മഞ്ഞ തുണിയാകാം അല്ലെങ്കിൽ വെള്ള തുണിയാകാം. അങ്ങനെ ഒരു ചെറിയ കിഴിയായി നിങ്ങൾ കെട്ടിയതിന് ശേഷം ഇത് കൊണ്ടുപോയി തലയിണയുടെ അടിയിൽ വെറുതെ അങ്ങ് വെച്ചാൽ പോരാ. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് ഈ കിഴി കയ്യിൽ വെച്ച് നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ കുലദൈവത്തെ, അതായത് കുടുംബ പരദേവതയും മഹാലക്ഷ്മിയും മനസ്സിൽ പ്രാർത്ഥിച്ച്, എന്നിട്ട് ഈശ്വര, എൻ്റെ എല്ലാവിധ സാമ്പത്തിക തടസ്സങ്ങളും മാറണേ, എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം നിറയണേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ കടങ്ങളെല്ലാം തീരുന്നതായും പണം ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായും ആ പണം വരുന്നത് കണ്ട് നിങ്ങൾ വളരെ സന്തോഷിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിച്ചിട്ട് വേണം ഇത് തലയിണയുടെ അടിയിൽ ഈ കിഴി കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്. ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകും, തിരുമേനി ഇത് സ്ത്രീകൾക്ക് ചെയ്യാമോ? ചെയ്യാം, ആർക്ക് വേണേലും ചെയ്യാം. പക്ഷേ അശുദ്ധിയുള്ള ദിവസങ്ങളിൽ ഇത് കിഴി തൊടാൻ പാടുള്ളതല്ല എന്നത് മാത്രം. അത് അവിടെ ഇരുന്നോട്ടെ. ആ ദിവസങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടതൊന്നുമില്ല. അശുദ്ധിയുള്ള സമയങ്ങളിൽ ചെയ്യരുത്. അഥവാ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അശുദ്ധിയാവുകയാണെങ്കിൽ നിങ്ങളത് കൈകൊണ്ട് തൊടാതിരുന്നാൽ മാത്രം മതിയാകും. ഇതൊരു 41 ദിവസം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ഒരു പച്ചക്കർപ്പൂരം കൂടി അലിഞ്ഞു തീർന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ. അതിനകത്ത് പച്ചക്കർപ്പൂരം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പഴയത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അതിലെ നാണയം എടുത്ത് കഴുകി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാനധർമ്മത്തിന് ഉപയോഗിക്കാം.
ബാക്കിയുള്ളവ ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത മരച്ചുവട്ടിലോ ഒക്കെ കൊണ്ടുചെന്ന് ഇടാവുന്നതാണ്. വീണ്ടും പുതിയത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വിശ്വാസമാണ് വലുതായിട്ട് വേണ്ടത്. സംശയത്തോടു കൂടി ഇത് ചെയ്താൽ ഇതിൻ്റെ കാര്യമായ ഒരു ഫലമൊന്നും മനുഷ്യരിലേക്ക് വന്നു ചേരുകയില്ല. ഇതെനിക്ക് ഫലം തരുമെന്ന് വിശ്വസിച്ച് ചെയ്തു നോക്കൂ. നിങ്ങൾക്കൊരു വലിയ മാറ്റം തന്നെ അനുഭവിച്ചറിയാനായി സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരു പിടി പച്ചരി വേണം, മഞ്ഞൾ വേണം. എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയാണ് പച്ചമഞ്ഞൾ വേണമെന്ന് പറഞ്ഞു. മഞ്ഞളിനോട് ശക്തി വേറെ ഒന്നിനുമില്ല. ഇനി പച്ചക്കർപ്പൂരമാണ് വേണ്ടത്. അതേപോലെ നാണയം, ലക്ഷ്മി ദേവി വസിക്കുന്നതാണ് നാണയം. അപ്പോൾ ഒരു തുണി കഷ്ണം, ഇത്രയും കാര്യങ്ങൾ വന്ന് ഈ തുണിക്കകത്ത് നമ്മൾ ഈ വസ്തുക്കളെല്ലാം കെട്ടിവെച്ച് തലയുടെ അടിയിൽ വെച്ച് കിടന്നങ്ങോട്ട് ഉറങ്ങുക. ഉറങ്ങി കഴിഞ്ഞ് ഒരു 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ദൃശ്യമാകുന്നുണ്ട്. വിശ്വസിച്ച് തന്നെ ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായി സാധിക്കുന്നതാണ്. നാരായണ.